എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. എല്ലാവരുടെയും ഞായറാഴ്ചയൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞോ? 10:30 ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യവുമായിട്ടാണ്. ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് പറയുവാനാണ്. നിങ്ങളിൽ ഒരുപാട് പേർ ചോദിച്ചിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ ഒരു വശത്തെക്കുറിച്ച് മാത്രം ഒരുപാട് പേർ എഴുതി ചോദിച്ചിട്ടുണ്ട്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയാമോ മാഡം? മെൻസ്ട്രൽ കപ്പ് നല്ലതാണോ? അത് വിവാഹം കഴിയാത്തവർക്ക് ഉപയോഗിക്കാമോ? അത് ചെറുപ്പക്കാരി കുട്ടികൾക്ക് ഉപയോഗിക്കാമോ? അതേപോലെ അത് എന്താണ് ഈ നമ്മുടെ കോപ്പർട്ടി ഇട്ടവർക്ക് ഉപയോഗിക്കാമോ? അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് വീഡിയോസ് ധാരാളം ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ ഇപ്പോൾ തൽക്കാലം ഞാൻ ആ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യാനൊന്നും മുതിരുന്നില്ല കേട്ടോ. കാരണം അതൊക്കെ നോക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ അതിൻ്റെ ഒരു പ്രത്യേക വശത്തെക്കുറിച്ച് കൂടുതൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾ ടൈറ്റിൽ കണ്ടു കാണുമല്ലോ അല്ലേ, വിവാഹം ഇതുവരെ കഴിക്കാത്തവർ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇത് ഒരുപാട് ആളുകളുടെ മനസ്സിലുള്ള ശങ്കയാണ്. എന്താണ് ഈ ശങ്കയുടെ അടിസ്ഥാനം എന്നും നമുക്ക് വഴിയേ നോക്കാം. അതിനു മുൻപ് എന്തുകൊണ്ടാണ് ഈ മെൻസ്ട്രൽ കപ്പ് നല്ലതാണെന്ന് ആൾക്കാർ പറയുന്നത്? ഈ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? ഇനി അങ്ങനെ നല്ലതാണെങ്കിൽ എന്ത് രീതിയിലാണ് നല്ലത് എന്നതിനെക്കുറിച്ച് ഞാൻ ചുരുക്കത്തിലൊന്ന് ഓട്ടിച്ച് പറയാം. കൂടുതൽ വിശദമായി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ധാരാളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് പോയി കാണാവുന്നതാണ്. വെറുതെ നമ്മളതിന് വേണ്ടി സമയം കളയണ്ടല്ലോ അല്ലേ. നമുക്ക് എത്രയേറെ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനിരിക്കുന്നു അല്ലേ കേട്ടോ. അപ്പോൾ എല്ലാം വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണ ഒരു പെൺകുട്ടി ഒന്ന് വയസ്സറിയിച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഇങ്ങനെ ഈ പീരിയഡ് ടൈമിൽ ഇങ്ങനെ ഈ ബ്ലഡ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും അതുപോലെ ജോലിക്ക് പോകുമ്പോഴും എല്ലാം എത്രത്തോളം ബുദ്ധിമുട്ടാണ്. അത് എങ്ങാനും കുറച്ച് പുറത്തേക്കെങ്ങാനും ലീക്കായി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഡ്രസ്സ് ഇങ്ങനെ നോക്കും. അയ്യോ പലത് ലീക്കായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമല്ലേ പലരും. ഇടയ്ക്കിടയ്ക്കൊന്നും ബാത്റൂമിൽ പോയി അത് മാറ്റാനുള്ള പ്രവണത, ഇനി സ്കൂളിലായാലും കോളേജിലായാലും ജോലി സ്ഥലത്തായാലും അത് മാറ്റുവാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവ്, പരിമിതം. വെള്ളം പോലും പലപ്പോഴും ഉണ്ടാകില്ല. ഒരു വൃത്തിഹീനമായ ആ ഒരു പരിസരത്താണ് നമ്മളതെല്ലാം ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലർക്കും ഈ പീരിയഡിൻ്റെ ഡേറ്റ് അടുക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊപ്പം വേദനയും ബാക്കി അസ്വസ്ഥതകളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട അല്ലേ. അപ്പോൾ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ മുതൽ അങ്ങോട്ട് എല്ലാവർക്കും തന്നെ ഇതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും ഈ ഡാൻസും സ്പോർട്സും ബാക്കി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ബാക്കിയൊക്കെയും ഒരുപാട് ചെയ്യുന്നവർക്കാകട്ടെ പിന്നെ പറയുകയേ വേണ്ട. അവർക്ക് ഈ കുറച്ച് ദിവസങ്ങൾ ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പണ്ട് മുതൽ തന്നെ നമ്മൾ ഈ ഒരു പീരിയഡ് ടൈമിൽ നമ്മൾക്ക് പുറത്തേക്ക് വരുന്ന ആ ഒരു എൻഡോമെട്രിയത്തിൻ്റെ ആ ടിഷ്യൂവും കുറച്ച് ബ്ലഡും ഇതെല്ലാം കൂടി കളക്ട് ചെയ്ത് പിന്നീട് അത് മാറ്റി കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പണ്ട് മുതൽ എന്താ ഉപയോഗിച്ചിരുന്നത്? തുണിയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കുട്ടികൾക്ക് സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും തുണി ഉടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായപ്പോൾ പതുക്കെ ഈ പാഡുകൾ, പലതരം സാനിറ്ററി പാഡ്സ് പുറത്തേക്ക് ഈ വിപണിയിൽ ഇറങ്ങി തുടങ്ങി അല്ലേ. ആദ്യമൊക്കെ കെയർ ഫ്രീ, സ്റ്റെയർ ഫ്രീ എന്ന് പറഞ്ഞ് 1-2 ബ്രാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ എത്ര ബ്രാൻഡ് ഉണ്ടോ എൻ്റെ ദൈവമേ, എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇങ്ങനെ ഈ സാനിറ്ററി നാപ്കിൻസിൻ്റെ അല്ലേ. അതിൻ്റെ ഇടയിൽ ഈ ക്ലോത്ത് സാനിറ്ററി നാപ്കിൻസ് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും ഇടയ്ക്ക് വന്നു. അതിപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ടാംപൂൺസ്, വജൈനൽ ടാംപൂൺസ്, നമ്മുടെ യോനിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ടാംപൂൺസും കുറേയൊക്കെ ഇടയ്ക്ക് വന്നു. അത് ചിലർക്കൊക്കെ അത്ര ഒരു സുഖകരമല്ലാത്ത സൈഡ് ഇഫക്ട്സ്, ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഇങ്ങനെയൊക്കെ വരുത്തിയത് കാരണം അത് പിന്നീട് ഡോക്ടർമാർ അധികം റെക്കമെൻഡ് ചെയ്യാണ്ടായി. എന്നാലും കുറച്ച് പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ അടുത്തായിട്ടാണ്, കുറച്ച് വർഷങ്ങളായിട്ടാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് അത് പതുക്കെ ഉയർന്നു വന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലല്ല, പല സ്ഥലത്തും ഇപ്പോഴും ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൃത്യമായ അറിവ് പലർക്കും ഇല്ല. പലരും അത് പേടിയോടെയാണ് കരുതുന്നത്. അയ്യോ ഇതെന്താ ഈ ഒരു സാധനം, ഈ ഫണൽ പോലത്തെ ഈ സാധനം, ഇതാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഫണൽ പോലത്തെ ഈ സാധനം നമ്മൾ ഈ യോനിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റി വെക്കുകയോ, അയ്യോ ഇതെങ്ങനെയാണ് വെക്കാൻ പറ്റുക, ഇതിന് പ്രശ്നമായി പോകുമോ, ഇതെങ്ങാനും താഴേക്ക് ഇറങ്ങി വീഴുകയാണെങ്കിലോ അല്ലെങ്കിൽ ലീക്കേജ് എല്ലാം വരികയാണെങ്കിലോ, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉള്ളിലേക്ക് കയറ്റി വെക്കുക, ഈ വക ചിന്തകളാണ് പലർക്കും ഉള്ളത്. എന്നാൽ വളരെ സുരക്ഷിതമായി, വളരെ കംഫർട്ടബിളായി, ഒരു അല്ലലുമില്ലാതെ നമുക്ക് ഈവൻ സ്വിമ്മിങ്ങും അതുപോലെ സ്പോർട്സ് ആയാലും എക്സസൈസ് ആയാലും ബാക്കി ഡാൻസ് ആയാലും വേറെ എന്ത് കാര്യവും അനായാസേന ചെയ്യാൻ പറ്റുന്ന, നമ്മളെ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഈ മെൻസ്ട്രൽ കപ്പ്. നമ്മൾ ഇതിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ
ഒരു കുഴപ്പവുമില്ലാണ്ട് നമുക്ക് നമ്മുടെ ദൈനംദിന ആ ഒരു ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സാധാരണ പാഡോ അല്ലെങ്കിൽ ടാമ്പൂണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മെൻസ്ട്രുവൽ കപ്പിന് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്, ഞാൻ അങ്ങടേക്ക് നോക്കുന്നില്ല കേട്ടോ. എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്നു പറഞ്ഞാൽ, സാധാരണ നമ്മൾ പാഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ കഴിയുമ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ കൂടുതൽ വെക്കാൻ പാടില്ല എന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികളോടും പോലും പറയാറുണ്ട്, ജോലിക്ക് പോകുന്നവരോടും പറയാറുണ്ട്. എന്നാൽ ഈ മെൻസ്ട്രുവൽ കപ്പ് നമുക്കൊരു 12 മണിക്കൂർ വരെ അവിടെ തന്നെ ഇരിക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് എടുത്ത് കഴുകിയിട്ട് നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കേണ്ടതേ ഉള്ളൂ. പിന്നെ രണ്ടാമത്, പാഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ ഉള്ള ദിവസം, അതായത് 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം അല്ലെങ്കിൽ ചിലർക്ക് ആദ്യത്തെ ദിവസം തന്നെ നല്ലോണം ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുന്ന സമയം ചിലപ്പോൾ അങ്ങ് സ്പില്ല് ചെയ്ത് പുറത്തേക്കൊക്കെ ലീക്ക് ചെയ്ത് വരാനുള്ള സാധ്യത ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ ഈ മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല, നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. മൂന്നാമത്തത്, പാഡ് ഉപയോഗിക്കുമ്പോൾ ഒരു സ്മെല്ല്, ഒരു ദുർഗന്ധം കുറച്ച് കഴിയുമ്പോൾ വരാനുള്ള സാധ്യത പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ. അതെന്തുകൊണ്ടാണ് വരുന്നത്? മെൻസ്ട്രുവൽ ബ്ലഡിന് ആ ഒരു ദുർഗന്ധമേ ഇല്ല. ആ മെൻസ്ട്രുവൽ ബ്ലഡ് നമ്മുടെ പുറമേയുള്ള ആ എയറുമായിട്ട്, അതായത് ഈ അന്തരീക്ഷത്തിലെ വായുവുമായിട്ട് കൂടി കലരുമ്പോഴാണ് ആ ഒരു സ്മെല്ല് വരുന്നത്. അപ്പോൾ ഈ മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത് ലീക്ക് പ്രൂഫാണ്. പുറത്തേക്ക് ഈ ഒരു ബ്ലഡ് വരാത്തത് കാരണം, അത് അങ്ങ് ലീക്ക് ചെയ്ത് വരാത്തത് കാരണം തന്നെ സ്മെല്ലൊന്നും തന്നെ ഉണ്ടാകില്ല. അതേപോലെ രാത്രി കിടക്കുമ്പോഴായാലും ശരി, കമിഴ്ന്ന് കിടന്നാലും മലർന്ന് കിടന്നാലും എങ്ങനെ കിടന്നാലും തുള്ളിച്ചാടിയാലും സ്വിമ്മ് ചെയ്താലും എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വളരെയധികം അഡ്വാൻറ്റേജസ് ആണ്, അതായത് ഗുണങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ ഒരു പാഡിൽ ഒരു 5 ml രക്തം മാത്രമേ ഒരു പാഡിൽ ഒപ്പിയെടുക്കാൻ പറ്റുകയുള്ളൂ, ഒരു പാഡിന് ഒപ്പിയെടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ മെൻസ്ട്രുവൽ കപ്പിൽ ഏകദേശം ഒരു 20 ml ഇങ്ങനെ ആ ഒരു മെൻസ്ട്രുവൽ ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റും. അതായത് ഏകദേശം ഒരു 3-4 പാഡ്, 3 അല്ലെങ്കിൽ 4 പാഡ് ഉപയോഗിക്കുന്നതിന് തുല്യമാണ് ഒരിക്കൽ ഈ മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ചിലവ് നോക്കുകയാണെങ്കിലും ഒരൊറ്റ പ്രാവശ്യം ആദ്യം വാങ്ങുമ്പോൾ കുറച്ച് ചിലവാകുമെങ്കിലും ഒരു 10 വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാം. നല്ല രീതിയിൽ നമ്മളത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വരികയാണെങ്കിൽ 10 വർഷത്തോളം ഒരൊറ്റ കപ്പ് ഉപയോഗിക്കാം. ഇടയ്ക്ക് നമുക്ക് സൈസ് എങ്ങാനും വ്യത്യാസം വരികയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം മാറ്റാവുന്നതാണ്. എന്നിരുന്നാലും ഓരോ മാസവും നമ്മൾ പാഡ് വാങ്ങുമ്പോൾ എത്ര പൈസ ചിലവാക്കണമെന്ന് ആലോചിച്ച് അതൊന്ന് കൂട്ടി നോക്കിക്കേ. ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം നമ്മൾ പാഡിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈസ മതി നമുക്ക് ഈ 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ മെൻസ്ട്രുവൽ കപ്പ് വാങ്ങുവാൻ. ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കാം. അതായത് കൗമാരപ്രായക്കാരായ പെൺകുട്ടികളും കല്യാണം കഴിക്കാത്ത യുവതികളും ഈ മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കാമോ? ഇനി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക? കാരണം യോനിയുടെ ഉള്ളിൽ ഈ കന്യാചർമ്മവും ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ വിഷമമാവില്ലേ? അതൊക്കെ ഉള്ളപ്പോൾ വിഷമമാവില്ലേ ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്നുള്ളൊരു ശങ്ക ഒരുപാട് ആളുകൾക്കുണ്ടാവാം. ശരിയാണ്, ഈ ശങ്ക അസ്ഥാനത്തല്ല. എന്നാൽ എനിക്ക് പറയുവാനുള്ളത്, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കും വളരെയധികം അനുയോജ്യമായ ഒരു മാർഗം തന്നെയാണ് ഈ മെൻസ്ട്രുവൽ കപ്പ്. തുടക്കത്തിൽ ഈ ആർത്തവം തുടങ്ങി ഒരു 10 വയസ്സ് 11 വയസ്സ് ആ സമയത്ത് ചിലപ്പോൾ അത്രയ്ക്ക് ഒരു സൂട്ടബിൾ ആയിരിക്കില്ല. കാരണം ഒരു കുഞ്ഞിനെ അറിയില്ല, കുഞ്ഞിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് പതുക്കെ വളർന്നു വരുന്നേ ഉള്ളൂ അല്ലേ. കുഞ്ഞിനെ അറിയില്ല ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 15-16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുവിധം പെൺകുട്ടികളെല്ലാം അവർക്ക് എത്തേണ്ടത്ര ഹൈറ്റും വെയിറ്റും ഒക്കെ ഏകദേശം ഒരു വളർച്ച എത്തിക്കാണും. അറ്റ്ലീസ്റ്റ് അവരുടെ ആ ഒരു ഹൈറ്റൊക്കെ കൂടുന്ന ആ ഒരു സമയമൊക്കെ ഒരു 16 വയസ്സാകുമ്പോഴത്തേക്ക് നിൽക്കുമല്ലോ അല്ലേ. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കാവുന്നതാണ്. അമ്മമാർക്ക് പഠിപ്പിക്കാവുന്നതാണ്. തുടക്കത്തിൽ അമ്മമാരുടെ ഒരു ഹെൽപ്പോടെ അല്ലെങ്കിൽ അമ്മമാരുടെ നിർദ്ദേശത്തോടെ, അമ്മമാർ കാണാൻ ചിലപ്പോൾ പിള്ളേർ സമ്മതിക്കില്ല, അമ്മമാരുടെ നിർദ്ദേശത്തോടെ ഏതെങ്കിലും ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ പെൺകുട്ടികൾക്ക് ഇത് തന്നെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ കുറച്ച് വിഷമമുണ്ടായിരിക്കും. കാരണം ഈ യോനിക്കുള്ളിലെല്ലാം കുറച്ച് ടൈറ്റായിരിക്കുമല്ലോ അല്ലേ, കുറച്ച് ഫേം ആയിരിക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ടാകും. അതേപോലെ നമ്മുടെ ഈ കന്യാചർമ്മം എന്ന് പറയുമ്പോൾ അത് ടയർ ചെയ്ത് പോകുമോ അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടിയോ അങ്ങനത്തെ ഒരു ഇതോ വേണ്ട. ഇനി അഥവാ അങ്ങനെ ടയർ ചെയ്ത് പോയാലും ഒരു പ്രശ്നവും വരില്ല. കന്യാചർമ്മം ഫുള്ളായിട്ട് അടഞ്ഞല്ല ഒരിക്കലും ഇരിക്കുന്നത്. ഫുള്ളായിട്ട് അടഞ്ഞിരുന്നു പറഞ്ഞാൽ മാസാമാസം പുറത്തേക്ക് വരുന്ന ആ ഒരു പീരീഡിൻ്റെ ബ്ലഡ് പോലും വരാൻ പറ്റില്ല. അത് പിന്നെ ഒരു മെഡിക്കൽ എമർജൻസിയായി നമ്മളത് ഓപ്പറേഷനൊക്കെ ചെയ്ത് ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ അതിൽ ഉണ്ടാക്കേണ്ടി വരും. അപ്പം കന്യാചർമ്മം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഒന്നുകിൽ ഒരറ്റം അല്ലെങ്കിൽ ഒരു നടുക്കൊരു ചെറിയ സുഷിരം എന്തായാലും ഉണ്ടാകും. അതുവഴിയാണ് വിവാഹം കഴിക്കാത്തവർക്കും എല്ലാം തന്നെ ഈ ബ്ലഡ് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ മെൻസ്ട്രുവൽ കപ്പ് ഉള്ളിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ കന്യാചർമ്മം ഒന്നൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അതങ്ങ് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ബ്രേക്ക് ചെയ്താലും എന്താ ഇപ്പം കുഴപ്പം അല്ലേ?
അപ്പോൾ ചില വീഡിയോകളിൽ ചിലരൊക്കെ പറഞ്ഞതും ചിലരൊക്കെ കമൻ്റ് ഇട്ടതുമൊക്കെ ഞാനൊന്ന് ശ്രദ്ധിച്ചു. ഞാൻ ഇതിനെക്കുറിച്ചുള്ളതൊന്ന് നോക്കിയപ്പോൾ ഇതെന്താണ് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നത്, എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി തപ്പിയപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ കന്യാചർമ്മം ഇൻടാക്റ്റായിട്ട് അതായത് അത് ബ്രേക്ക് ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുന്നത് ആ ഒരു പരിശുദ്ധിയുടെ ആ ഒരു സിമ്പിളായിട്ട് കാണുന്നു. അപ്പോൾ അത് കാരണം വിവാഹം കഴിയാത്തവർ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. എനിക്കതിനോട് യോജിക്കാൻ പറ്റുകയില്ല. കാരണം ഈ കന്യാചർമ്മം ഇങ്ങനെ ഈ മെൻസ്ട്രൽ കപ്പ് ഇടുമ്പോൾ മാത്രമല്ല ബ്രേക്ക് ആവുന്നത്. ഇന്നത്തെ പെൺകുട്ടികൾ ചുമ്മാ വെറുതെ ഒന്നും മിണ്ടാതെ സ്കൂളിൽ പോയി മിണ്ടാതെ തിരിച്ചു വരുന്ന പെൺകുട്ടികളല്ല. ഒരുപാട് ഡാൻസ്, യോഗ, ഫിസിക്കൽ ആക്ടിവിറ്റി, സൈക്കിൾ, അതേപോലെ നമ്മൾ കുറച്ച് നല്ല സ്പോർട്സ് ആക്ടിവിറ്റി, ഇതിലൊക്കെ പങ്കുചേരുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ ആക്ടിവിറ്റീസ് കാരണം തന്നെ ഈ കന്യാചർമ്മം ബ്രേക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിലെന്താണിപ്പോൾ അപാകത? അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഭർത്താവിന് ചിലപ്പോൾ വിഷമമായേക്കും അല്ലെങ്കിൽ സംശയിച്ചേക്കും എന്ന് കരുതി നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാതിരുന്ന്, നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് നമുക്ക് തരുന്ന ഗുണമേന്മകൾ, ആ ഗുണങ്ങളൊന്നും അനുഭവിക്കാതിരുന്ന് കഷ്ടപ്പെട്ട് ഈ ലീക്കേജ് എല്ലാം അനുഭവിച്ച് മെൻസസിൻ്റെ സമയത്ത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല, അതേപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കേണ്ടവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ബാക്കി നമുക്ക് ഇഷ്ടത്തിന് കിടക്കാൻ പറ്റില്ല, എപ്പോഴും പേടിച്ചിരിക്കണം, അയ്യോ ആ പ്രശ്നമാകുമോ ഈ പ്രശ്നമാകുമോ എന്ന്. അങ്ങനെ എന്തിനാ നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യം അല്ലേ? ഇങ്ങനെ ഒരു ആ ഒരു സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ അല്ലേ? പെൺകുട്ടികളെല്ലാം ഈ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നില്ലേ അല്ലേ? സ്പോർട്സിൽ ഏർപ്പെടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ, സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്, സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ചിലതരം യോഗ പോസസ് ചെയ്യുമ്പോഴും ഇങ്ങനെ വരും, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യരുത്. ഇങ്ങനെ വരും കാലത്ത് ഭർത്താവിന് ഇനിയിപ്പോൾ എപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നത് ആർക്കറിയാം? 22, 23, 24, 25, 28 എത്ര വയസ്സ് കല്യാണം കഴിക്കും നമുക്കറിയില്ല. അത്രയും കാലം നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഈ പാഡൊക്കെ ഉപയോഗിച്ച് അത് കാരണമുള്ള അസ്വസ്ഥതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കണോ? ഈ ഒരു സംശയം ഇനി വരാൻ പോകുന്ന ഭർത്താവിനും മാറിക്കിട്ടണം എന്ന് പറഞ്ഞ് ഇല്ലല്ലോ അല്ലേ? നമ്മളങ്ങനെ ചെയ്യുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ കപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അമ്മമാർ ദയവായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ പെൺകുട്ടികൾ, എനിക്ക് തോന്നുന്നു ഒരു 15-16 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് ഈ പെൺകുട്ടികളെ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ച് കൊടുത്ത് അവർക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിർദ്ദേശം കൊടുത്ത് അവരെ കൊണ്ടിത് ഉപയോഗിപ്പിക്കാവുന്നതാണ്. തുടക്കത്തിൽ 1-2 മാസങ്ങൾ കുറച്ച് അസ്വസ്ഥത ഉണ്ടാകും. പ്രത്യേകിച്ചും നമ്മളത് എടുത്തു കഴിഞ്ഞിട്ട് അത് നമ്മൾ നോക്കുമ്പോൾ ബ്ലഡ് അയ്യോ ഇതെങ്ങനെ എന്നുള്ളൊരു തോന്നലുണ്ടാകും. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ബ്ലഡ് ആണെങ്കിൽ പോലും ഒരറപ്പാണ് പലർക്കും ഉള്ളത്. ഈ അറപ്പ് വരുന്നത് പലപ്പോഴും ആ സ്മെല്ല് കാരണം. ഈ സ്മെല്ല് ഞാൻ പറഞ്ഞില്ലേ, എയറുമായിട്ട് പുറമേയുള്ള ആ ഒരു അന്തരീക്ഷത്തിലെ വായുവുമായിട്ട് ഈ ബ്ലഡ് കോണ്ടാക്ട് വരുമ്പോഴാണ് ഈ സ്മെല്ല് വരുന്നത്. ഈ മെൻസ്ട്രൽ കപ്പിൽ ലീക്കേജ് ഒന്നും ഇല്ലാത്തത് കാരണം നമുക്ക് ആ ഒരു എയർ അങ്ങോട്ടേക്ക് പോയി ആ ഒരു സ്മെല്ല് വരാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് കപ്പ് വീഴാണ്ട് അത് ചരിയാണ്ട് അങ്ങ് എടുത്തിട്ട് നമുക്കങ്ങ് ടോയ്ലറ്റിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം പരിശീലിക്കുമ്പോൾ മെൻസസ് ഉള്ള സമയത്തല്ല നമ്മളിത് വെച്ച് ശീലിക്കേണ്ടത്. ആദ്യം പെൺകുട്ടികളായാലും ശരി, യുവതികളായാലും ശരി, വിവാഹം കഴിഞ്ഞവരായാലും ശരി, ആരായാലും ശരി, പീരീഡൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് പതുക്കെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ച് 1-2 പ്രാവശ്യം ഒന്ന് പരിശീലിക്കുക. അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആകും. അത് കഴിഞ്ഞാൽ പിന്നീട് ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയില്ല, കാരണം എൻ്റെയൊക്കെ മെനപ്പോസൊക്കെ കഴിഞ്ഞു. ആ സമയത്തൊന്നും ഇത് അത്ര കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ എൻ്റെ ഒരുപാട് പേഷ്യൻസിന് ഞാനിത് സജസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും തന്നെ ഇത് വളരെയധികം ഫലപ്രദമാണ്, വളരെയധികം കംഫർട്ടബിൾ ആണെന്നാണ് പറയുന്നത്. ചിലരൊക്കെ പറയുന്നുണ്ട് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മാഡം, നിങ്ങൾക്ക് പേടിയാവുന്നു എന്നൊക്കെ. പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യണം, എങ്ങനെ റിമൂവ് ചെയ്യണം, ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോസ് ഉണ്ട്. ദയവായിട്ട് അത് പോയിട്ട് കാണുക. അപ്പോൾ അമ്മമാർ ദയവായിട്ട് പരിഭ്രമിക്കാതിരിക്കുക. പെൺകുട്ടികളോടും നിങ്ങളുടെ മക്കളോടും പറഞ്ഞ് മനസ്സിലാക്കുക, പേടിക്കേണ്ട ആവശ്യമില്ല, ഇതാണ് ഏറ്റവും നല്ലത്. നമ്മളുടെ ആ ഒരു വെർജിനിറ്റി, അതായത് നമ്മുടെ കന്യകാഹത്വം, ആ ഒരു പേരിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരാതിരിക്കാൻ വേണ്ടി, അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇത്രയും കംഫർട്ട് തരുന്ന, ഇത്രയും സുഖകരമായിട്ടുള്ള ഒരു സംവിധാനം, അതും ഒരിക്കലല്ല നമുക്ക് മാസാമാസം എന്നോണം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നൊരു സംഭവമാണ് അല്ലേ? ഇത് നമ്മൾ ഉപയോഗിക്കാതെ ഇത് തഴയുക എന്ന് പറയുന്നത് ബുദ്ധിമോശമാണ്. കാലത്തിനൊത്ത് നീങ്ങാൻ നമ്മൾ പഠിച്ചേ പറ്റൂ കേട്ടോ.